നമസ്കാരം. ADGP MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം നിർണായകം. അതിൽ ADGPയുടെ മൊഴി അതിനിർണായകം. PV അൻവറിൻ്റെ ആരോപണങ്ങളെ അജിത് കുമാർ പൊളിച്ചാൽ വാദിപ്രതിയാകും. RSS ചർച്ചയിൽ ADGPയും കുരുക്കിലായിരിക്കുന്നു. PV അൻവർ നൽകിയ പരാതിയിലും ADGP MR അജിത് കുമാർ നൽകിയ പരാതിയിലും ADGPയുടെ മൊഴിയെടുക്കുന്നതാണ് നിർണായകമാവുക. PV അൻവറിൻ്റെ മൊഴി അന്വേഷണ സംഘം എടുത്തു. അൻവറിൻ്റെ ആരോപണങ്ങളിൽ അജിത് കുമാറിൻ്റെ വിശദമായ മൊഴിയായിരിക്കും എടുക്കുക. ADGPക്ക് നോട്ടീസ് നൽകുന്നതും പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിൻ്റെ പരിഗണനയിലുണ്ട്. മൊഴി എടുക്കുന്നത് വീഡിയോയിൽ ചിത്രീകരിക്കും. മൊഴിയെടുത്തതിന് ശേഷമേ അന്തിമ തീരുമാനമുണ്ടാകൂ. അജിത് കുമാർ RSS നേതാവിനെ കണ്ടതിന് പോലീസിൽ സ്ഥിരീകരണമുണ്ട്. അന്വേഷണത്തിൽ ഇത് കുരുക്കായി മാറും. അന്വേഷണത്തിൽ തൻ്റെ നിരപരാധിത്വം തെളിഞ്ഞാൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ സർക്കാർ തന്നെ കേസ് നൽകണമെന്ന് അഭ്യർത്ഥിച്ച് ADGP മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും ഗവർണർക്കും എതിരെയുള്ള ആരോപണങ്ങളിൽ അടിസ്ഥാനം ഇല്ല എന്ന് കണ്ടാൽ സർക്കാർ ഇവർക്ക് വേണ്ടി കേസ് നടത്തുന്നതിന് വ്യവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ വാദം തെളിയിക്കാൻ അജിത് കുമാറിനായാൽ അൻവറിനെതിരെ കേസ് വരും. എന്നാൽ അജിത് കുമാറിൻ്റെ രാഷ്ട്രീയ ഇടപെടലിൽ പോലീസ് മേധാവി എടുക്കുന്ന നിലപാട് നിർണായകമാണ്. ഭരണകക്ഷി MLA ആയ PV അൻവറാണ് ആരോപണം ഉന്നയിച്ചത്. അൻവറിനെതിരെ കേസുമായി മുന്നോട്ട് പോകാൻ സർക്കാർ കൂട്ടാക്കുമോ എന്നതും ഇതിൽ നിർണായകമാണ്. നേരിട്ട് മാനഹാനിക്ക് കേസിന് പോകാൻ ആ ഉദ്യോഗസ്ഥന് അനുമതി നൽകാനും സാധ്യതയുണ്ട്. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ സ്വർണ്ണക്കടത്തും കൊലപാതകവും ഒക്കെ ചേർന്നതാണ്. ആരോപണം തെളിയിക്കാനായില്ലെങ്കിൽ ADGP നേരിട്ട് തന്നെ തുടർന്ന് കേസിന് പോകും. ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് തെളിഞ്ഞാൽ സർക്കാരിന് തുടരന്വേഷണം പ്രഖ്യാപിക്കേണ്ടിയും വരും. അങ്ങനെ വന്നാൽ അജിത് കുമാർ കുടുങ്ങും. അതുകൊണ്ട് തന്നെ പോലീസ് മേധാവിയുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് ഇപ്പോൾ ഏവരുടെയും ശ്രദ്ധ. RSS കൂടിക്കാഴ്ച മാത്രമാണ് അൻവറിന് വെല്ലുവിളിയാകുന്നത്. അല്ലാത്തപക്ഷം അൻവറിൻ്റെ ആരോപണങ്ങളെ തകർക്കാൻ അജിത് കുമാറിന് കഴിയുമായിരുന്നു. 2023 മെയ് 23 തൃശ്ശൂരിൽ RSS നേതൃത്വത്തിലെ രണ്ടാമനായ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളയെ കണ്ടതിന് പിന്നാലെ ജൂൺ 2 കോവളത്ത് റാം മാധവുമായുള്ള കൂടിക്കാഴ്ച. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ മുഖ്യമന്ത്രിയെ കണ്ട പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബും ഇൻ്റലിജൻസ് മേധാവി മനോജ് എബ്രഹാമും ഈ ദുരൂഹ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. RSS കൂടിക്കാഴ്ചയെക്കുറിച്ച് അന്വേഷിക്കാൻ DGPയോട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതായും അറിയുന്നു. ഇത് സംബന്ധിച്ച ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ DGP ശേഖരിച്ചു. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിനെക്കുറിച്ചും DGP വിശദമായി അന്വേഷിക്കുന്നുണ്ട്. 14 തീയതി മുതൽ 4 ദിവസത്തേക്ക് അജിത് കുമാർ അവധിയിലാണ്. അജിത് കുമാറിനെതിരായ ആരോപണം തെളിയിക്കാൻ വേണ്ട ശക്തമായ തെളിവൊന്നും PV അൻവർ പോലീസിന് കൈമാറിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആരോപണങ്ങളിൽ തെളിവ് കണ്ടെത്തേണ്ടതും പോലീസിൻ്റെ ചുമതലയാണ്. ADGP MR അജിത് കുമാറുമായി കൂടിക്കാഴ്ച നടത്തിയ വിവരം പുറത്തായതിൽ RSSലും അതൃപ്തിയുണ്ട്. ഡീൽ വിവാദത്തിൽ ദത്താത്രേയ ഹൊസബളയെ വലിച്ചിഴച്ചതിലാണ് അമർഷം. BJP നേതൃത്വത്തിനും വിഷയത്തിൽ അതൃപ്തി. മുഖ്യമന്ത്രിയെ വെട്ടിലാക്കാൻ കിട്ടിയ വിഷയത്തിൽ പാർട്ടി കുരുക്കിലായി എന്നാണ് BJP നേതാക്കളുടെ അഭിപ്രായം. അതേസമയം ADGP MR അജിത് കുമാറിനെ മാറ്റാൻ CPMൽ നിന്നും LDFൽ നിന്നും സമ്മർദ്ദം ഉയരുമ്പോഴും നടപടി എടുക്കാൻ മടിക്കുകയാണ് മുഖ്യമന്ത്രി. RSS നേതാക്കളുമായി അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ച ഗൗരവതരമെന്നും നടപടി വേണം എന്നുമായിരുന്നു ഉയരുന്ന ആവശ്യം. സ്വകാര്യ സന്ദർശനം എന്ന അജിത് കുമാറിൻ്റെ വിശദീകരണം ഇടത് നേതാക്കൾ പോലും തള്ളിയിട്ടും ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രി കൈവിടാൻ മടിക്കുകയാണ്. കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള പല സംശയങ്ങൾക്കും പിണറായി വിജയൻ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള നിർണായക തീരുമാനത്തിന് മുഖ്യമന്ത്രി ഇതുവരെ മുതിർന്നിട്ടുമില്ല. അതേസമയം CPI ഉൾപ്പെടെയുള്ള പാർട്ടികൾ സമ്മർദ്ദം ശക്തമാക്കിയതോടെ മുഖ്യമന്ത്രിക്ക് ഇനിയും മൗനം തുടരാനാകില്ല. ഇന്നോ നാളെയോ മുഖ്യമന്ത്രി വാർത്താസമ്മേളനം വിളിക്കാനും സാധ്യതകൾ ഉണ്ട്.